ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷൻ എക്സസൈസ് 3.3-ലെ 22 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 22nd ക്വസ്റ്റ്യൻ ഇതാണ്. കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് 3x മൈനസ് കോട്ട് 3x ഇൻറ്റു കോട്ട് എക്സ് ഈക്വൽ ടു 1. LHS ഈക്വൽ ടു കോട്ട് എക്സ് കോട്ട് 2x മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് 3x minus cot 3x into cot x. This is equal to first term നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, cot x into cot 2x. ഇനി സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും ഒരു cot 3x കോമൺ ആയിട്ടുണ്ട്. അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. മൈനസ് cot 3x into മൈനസ് cot 3x ഔട്ട് സൈഡിൽ എടുത്ത് ബാക്കി വരുന്നത് cot 2x പ്ലസ് cot x ആണ്. This is equal to cot x into cot 2x minus ഈ cot 3xനെ ഒന്ന് മാറ്റി cot of 2x plus x എന്ന് എഴുതാം. അതെന്തിനാണ് അങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ നമുക്കത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കി ടേംസ് അങ്ങനെ എഴുതി cot 2x plus cot x. ഈ cot 2x plus xന് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് cot x into cot 2x മൈനസ് നമുക്കറിയാവുന്ന ഇക്വേഷനാണ് കോട്ട് ഓഫ് എ പ്ലസ് ബി. കോട്ട് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു കോട്ട് എ ഇൻറ്റു കോട്ട് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് എ പ്ലസ് കോട്ട് ബി. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ കോട്ട് 3xനെ മാറ്റി കോട്ട് 2x പ്ലസ് എക്സ് എന്ന് എഴുതിയത്. നമുക്ക് ഈ കോട്ട് ഓഫ് 2x പ്ലസ് എക്സിന് ഇത് എയുടെ സ്ഥാനത്ത് 2xും ബിയുടെ സ്ഥാനത്ത് എക്സും ആയിട്ട് എടുത്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കോട്ട് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു കോട്ട് എ കോട്ട് ബി. അപ്പോൾ കോട്ട് 2x ഇൻറ്റു കോട്ട് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് ഇൻറ്റു ബാക്കി ടേംസ് ഇവിടെയുള്ളത് കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് ആണ്. അപ്പോൾ ഈ കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് ഇതും താഴത്തെ ഡിനോമിനേറ്ററിൽ കോട്ട് 2x പ്ലസ് കോട്ട് എക്സും ക്യാൻസൽ ആവും. അതിന് വേണ്ടിയാണ് അവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x മൈനസ് ബ്രാക്കറ്റിനകം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1. ഇനി കോട്ട് എക്സ് ഇൻറ്റു കോട്ട് 2x മൈനസ് കോട്ട് 2x ഇൻറ്റു കോട്ട് എക്സ്. അപ്പം അത് ക്യാൻസൽ ആകും, 0 ആയി പോകും. ബാക്കി വരുന്നത് പ്ലസ് 1 മാത്രമാണ്. ദിസ് ഈസ് ഈക്വൽ ടു 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈക്വൽ ടു 1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു RHS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ tan 4x ഈക്വൽ ടു 4 tan x ഇൻറ്റു 1 മൈനസ് tan സ്ക്വയർ x divided by 1 minus 6 tan square x plus tan raised to 4x. LHS equal to tan 4x. ഇവിടെ tan 2xന്റെ ഇക്വേഷൻ നമുക്കറിയാം. tan 2x equal to 2 tan x divided by 1 minus tan square x ആണ്. അപ്പം നമുക്ക് വേണ്ടത് tan 4x ആണ്. therefore tan 4x equal to അതായത് 2xനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ 2 ഇൻറ്റു 2x 4x കിട്ടും. ഇപ്പോൾ എക്സ് ഉള്ള പ്ലേസിലെല്ലാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 tan 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 2x എന്ന് വരും. ഇപ്പോൾ tan 4x മാറ്റി നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു 2 tan 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 2x എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ ഒരു ടാൻ 2x ഉണ്ട്. അപ്പോൾ ടാൻ 2xന് വീണ്ടും നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ടാൻ 2x ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 2 tan x 2 ഇൻറ്റു ടാൻ 2xൻ്റെ ഇക്വേഷൻ 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x.
ഡിവൈഡഡ് ബൈ ഇവിടെ 1 മൈനസ് ടാൻ സ്ക്വയർ 2x ആണുള്ളത്. അപ്പോൾ ടാൻ സ്ക്വയർ 2xനെ നമുക്ക് ടാൻ 2x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്നിട്ട് വീണ്ടും ഇവിടെ ഈ ടാൻ 2xന് പകരം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ടാൻ 2x ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാതെ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഇൻറ്റു 2 വരും. അപ്പോൾ 4 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ഇതാണ് ന്യൂമറേറ്റർ. ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വരുന്നത് 1 മൈനസ് ടാൻ 2x ഹോൾ സ്ക്വയർ. അപ്പോൾ ടാൻ 2xൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇതാണ് 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. 2 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 4 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് ഇത് സ്ക്വയർ ചെയ്യാം. അപ്പോൾ 1 മൈനസ് 2 ടാൻ എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ 4 ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്ക്വയർ ചെയ്യാം. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ. കോമൺ ആയിട്ടുള്ള സ്ക്വയർ ആയിരുന്നു, നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അപ്ലൈ ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു 4 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഇനി നമുക്ക് ഈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയറിന് എക്സ്പാൻഷൻ LCM ആയിട്ട് എടുക്കാം. ഇപ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ ആണ് നമ്മൾ LCM ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 കൊണ്ട് 1നെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ. ഒന്നുകൂടി പറയാം, ഈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ അത് നമ്മൾ LCM ആയിട്ട് എടുത്തുകൊണ്ട് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടേമിൽ 1 മാത്രമേ ഉള്ളൂ ഡിനോമിനേറ്റർ, അതുകൊണ്ട് അവിടെ 1 തന്നെയാണ്, 1/1 തന്നെയാണ് 1. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 4 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു ഡിനോമിനേറ്റർ ഇവിടെ ന്യൂമറേറ്റർ ആയിട്ട് വരും 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു 4 ടാൻ എക്സ് ഇൻറ്റു നമുക്ക് ഒന്നിച്ച് എഴുതാം. ഇവിടെ ഒരു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ ഉണ്ട്, അതിൽ ഒരു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിനോമിനേറ്ററിലുണ്ട്, അപ്പോൾ അത് ക്യാൻസൽ ആകും. ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ക്യാൻസൽ ആകും. ബാക്കി ഡിനോമിനേറ്ററിൽ വരുന്നത് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് ആണ്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റിൽ A മൈനസ് ബി ഹോൾ സ്ക്വയർ ആ ഫോമിലാണ് ഫസ്റ്റ് ടൈം കിടക്കുന്നത്, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ A മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ മൈനസ് 2AB പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് 1 ആണ്, 1 സ്ക്വയർ മൈനസ് 2AB. A 1 ആണ്, ബിയുടെ സ്ഥാനത്ത് ടാൻ സ്ക്വയർ എക്സ് ആണ് പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ബിയുടെ സ്ഥാനത്ത് ടാൻ സ്ക്വയർ എക്സ് ആണ് ഹോൾ സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ വരും. ഇനി ബാക്കി വരുന്ന ടൈം മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു 4 ടാൻ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ 1 സ്ക്വയർ 1 മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് 2 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ ടാൻ റൈസ് ടു 4x മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു 4 ടാൻ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇവിടെ മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ്. പിന്നെ ബാക്കിയുള്ളത് ടാൻ റൈസ് ടു 4x ആണ് പ്ലസ് ടാൻ റൈസ് ടു 4x.
അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് തന്നെയാണ് RHS നോക്കാം. 4 tan x ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ടാൻ റൈസ് ടു 4x. ഇത് തന്നെയാണ് നമ്മുടെ RHSലുള്ളത്. ദിസ് ഈസ് ഈക്വൽ ടു RHS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cos 4x ഈക്വൽ ടു 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ഇവിടെ LHS ഈക്വൽ ടു cos 4x. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇതാണ്. cos 2x ഈക്വൽ ടു 2 cos സ്ക്വയർ എക്സ് മൈനസ് 1. നമുക്കിവിടെ വേണ്ടത് cos 4x ആണ്. cos 4x ഈക്വൽ ടു, അതായത് എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 cos സ്ക്വയർ 2x മൈനസ് 1. എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ cos 4x ഈക്വൽ ടു 2 cos സ്ക്വയർ 2x മൈനസ് 1. റീസൺ ഇതാണ്. ദിസ് ഈസ് ഈക്വൽ ടു 2 cos സ്ക്വയർ 2xനെ നമുക്ക് cos 2x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം മൈനസ് 1. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു cos 2x, ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 2 cos സ്ക്വയർ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. ബ്രാക്കറ്റിനകത്ത് cos 2xന് വീണ്ടും ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ 2 cos സ്ക്വയർ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്, അതായത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്കറിയാം a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഫോമിലാണ് ബ്രാക്കറ്റിനകം ഉള്ളത്. എയുടെ സ്ഥാനത്ത് 2 cos സ്ക്വയർ എക്സും ബിയുടെ സ്ഥാനത്ത് 1ഉം ആണ്. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ a സ്ക്വയർ 2 cos സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 2 cos സ്ക്വയർ എക്സ് ഇൻറ്റു 1 വരും. 2ab പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ ആണ്. അപ്പം 2 cos സ്ക്വയർ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു. ഇനി ബാക്കിയുള്ളതൊരു മൈനസ് 1 ആണ്. മൈനസ് 1. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബ്രാക്കറ്റിനകം 2 cos സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ വരുമ്പോൾ 4 cos സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ വരുമ്പോൾ cos റൈസ് ടു 4x മൈനസ് 2 ഇൻറ്റു 2 4 cos സ്ക്വയർ എക്സ് പ്ലസ് ഒരു 1 സ്ക്വയർ ഉണ്ട് 1, ഔട്ട് സൈഡിലൊരു മൈനസ് 1 ഉണ്ട്. ഇനി 2 കൊണ്ട് ബ്രാക്കറ്റിനകം മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 4 8 cos റൈസ് ടു 4x മൈനസ് 2 ഇൻറ്റു 4 8 cos സ്ക്വയർ എക്സ് പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആകും. ഇനി ഔട്ട് സൈഡിലൊരു മൈനസ് 1 ഉണ്ട്, ബ്രാക്കറ്റിന് പുറത്താണത്, അതുകൊണ്ട് മൈനസ് 1 എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 8 cos റൈസ് ടു 4x മൈനസ് 8 cos സ്ക്വയർ എക്സ് ആണ്, അതായത് 8 cos സ്ക്വയർ എക്സ് കോമൺ ആയിട്ട് നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. രണ്ട് ടേമിൽ 8 cos സ്ക്വയർ എക്സ് കോമൺ ആയിട്ടുണ്ട്. 8 cos സ്ക്വയർ എക്സ് ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ വരുന്നത് 8 cos സ്ക്വയർ എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു cos സ്ക്വയർ എക്സ് ആണ്. സെക്കൻഡ് ടേമിൽ ഒരു മൈനസ് 1 വരും. 8 cos സ്ക്വയർ എക്സ് നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു. പിന്നെ ബാക്കി വരുന്നത് 2 മൈനസ് 1 പ്ലസ് 1. ദിസ് ഈസ് ഈക്വൽ ടു 8 cos സ്ക്വയർ എക്സ് ഇൻറ്റു നമുക്കറിയാം 1 മൈനസ് cos സ്ക്വയർ എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ആണ്. ഇവിടെ ഒരു മൈനസ് ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് മൈനസ് ഓഫ് 1 മൈനസ് cos സ്ക്വയർ എക്സ് എന്ന് എഴുതാം പ്ലസ് 1. 8 ഇൻറ്റു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ഔട്ട് സൈഡിൽ എടുത്തു. 8 cos സ്ക്വയർ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകം 1 മൈനസ് cos സ്ക്വയർ എക്സ് ആയി. അപ്പം നമുക്കറിയാം അത് സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 1. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 8 cos സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 1, അതായത് 1 മൈനസ് 8 cos സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇതിനൊന്ന് മാറ്റി എഴുതിയതാണ്. നമുക്ക് കിട്ടേണ്ട RHSും ഇത് തന്നെയാണ്. 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. 1 മൈനസ് 8 അത് ഓർഡർ ഒന്ന് മാറിയെന്നേ ഉള്ളൂ. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് തന്നെയാണത്. ഒന്നുകൂടെ മാറ്റി എഴുതാം. 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു RHS.
Next question, cos 6x equal to 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1. ഇവിടെ LHS cos 6x ആണ്. LHS equal to cos 6x. നമുക്ക് cos 2x അറിയാം. cos 2x equal to 2 cos square x minus 1. ഇപ്പോൾ എക്സിന് പകരം 3x കൊടുത്താൽ 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? cos 2 into 3x അതായത് 6x കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 2 cos സ്ക്വയർ എക്സിന് പകരം 3x കൊടുക്കുക 3x മൈനസ് 1. നമുക്കിവിടെ cos 6xന് പകരം അതായത് ഇത് cos 6x ആണ്. cos 6x ഈക്വൽ ടു 2 cos സ്ക്വയർ 3x മൈനസ് 1. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് cos 6xന് പകരം 2 cos സ്ക്വയർ 3x മൈനസ് 1 എഴുതാം. ഇതിനെ നമുക്ക് 2 ഇൻറ്റു കോസ് സ്ക്വയർ 3xനെ കോസ് 3x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം മൈനസ് 1. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ കോസ് 3x നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. കോസ് 3x ഈക്വൽ ടു 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിനകം 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് എന്ന് എഴുതാം ഹോൾ സ്ക്വയർ മൈനസ് 1. റീസൺ ഇതാണ്, ഇക്വേഷനാണ്. സിൻസ് ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഇതുള്ളത്. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഇത് എ ഇത് ബി. അപ്പോൾ എ സ്ക്വയർ 4 കോസ് ക്യൂബ് എക്സ് ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab. എയുടെ സ്ഥാനത്ത് 4 കോസ് ക്യൂബ് എക്സ്, ബിയുടെ സ്ഥാനത്ത് 3 കോസ് എക്സ്. 2ab പ്ലസ് ബി സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് 3 കോസ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 1. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 2 ഇൻറ്റു 4 കോസ് ക്യൂബ് എക്സ് ഹോൾ സ്ക്വയർ, അപ്പം സ്ക്വയർ ചെയ്യണം. 4 സ്ക്വയർ 16 കോസ് റേസ് ടു 3 ഇൻറ്റു 2 6x മൈനസ് 2 ഇൻറ്റു 4 8 വരും. 8 കോസ് ക്യൂബ് എക്സ് ഇൻറ്റു 3 കോസ് എക്സ് ഉണ്ട്. അപ്പോൾ 8 ഇൻറ്റു 3 24 കോസ് ക്യൂബ് എക്സ് ഇൻറ്റു കോസ് എക്സ് വരുമ്പോൾ കോസ് റേസ് ടു 4x വരും. ഇത് ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്തതാണ്. പ്ലസ് 3 കോസ് എക്സ് ഹോൾ സ്ക്വയർ 3 സ്ക്വയർ വരുമ്പോൾ 9 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ദിസ് ഈസ് ഈക്വൽ ടു ഔട്ട് സൈഡിൽ 2 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 16 32 കോസ് റേസ് ടു 6x മൈനസ് 24 ഇൻറ്റു 2 48 കോസ് റേസ് ടു 4x പ്ലസ് 9 ഇൻറ്റു 2 18 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. RHS നോക്കാം. 32 കോസ് റേസ് ടു 6x മൈനസ് 48 കോസ് റേസ് ടു 4x പ്ലസ് 18 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ദിസ് ഈസ് ഈക്വൽ ടു RHS. ഓക്കെ, എക്സസൈസ് 3.3യിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.